ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് സ്കെച്ചപ്പിനെ കുറിച്ചാണ്. അപ്പോൾ സ്കെച്ചപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെച്ചപ്പ് ഒരു മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. മോഡലിംഗ് സോഫ്റ്റ്വെയർ അല്ല, മോഡലിംഗ് അല്ല, 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കണില്ലേ, ടിങ് 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 ടിങ്, അതും കൂടെ ഞെക്കിക്കോ. അപ്പോൾ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾ ടൈറ്റിൽ കണ്ട കണക്ക് നമുക്ക് സ്കെച്ചപ്പിൽ എങ്ങനെ ഒരു മോഡലിനെ ഫ്ലിപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇന്നിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് രണ്ട് മെത്തേഡാണ് പറയുന്നത്. അത് ഇതിൻ്റെ അകത്തുള്ള സ്കെച്ചപ്പിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടൂൾസാണ്. നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് പ്ലഗിൻസ് ഒന്നും ഡൗൺലോഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു മോഡലാണ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം തുടങ്ങാം നമുക്ക്. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ മോഡലിൻ്റെ ഒരു കോപ്പി ഉണ്ട്. അപ്പം കോപ്പി ഉണ്ടാക്കാനായിട്ട് ഇവിടെ മൂവ് ടൂളിൽ പോയിട്ട് കൺട്രോൾ പ്രസ് ചെയ്ത് ഏതെങ്കിലും അടിച്ച് ഇട്ടിട്ട് കൺട്രോൾ വിട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് നേരെ ഈ റെഡ് ആക്സിസ് എല്ലാം തന്നെ നമ്മളിപ്പം മിറർ ചെയ്യേണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യേണ്ടതുകൊണ്ട് നേരെ നമ്മൾ കൊണ്ടുവന്ന് ഇവിടെ നിർത്തുക. നിങ്ങളുടെ ഇഷ്ടത്തിന് നിർത്താം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെലക്ട് ടൂളിൽ വന്നിട്ട് ഇതൊന്നായിട്ട് സെലക്ട് ചെയ്യുക. ഇത് മോഡലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഫുള്ളി സെലക്ട് ആവും. ഞാൻ ഗ്രൂപ്പ് ആക്കിയിട്ടിരുന്നത് അതുകൊണ്ടാണ് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ അത് മൊത്തത്തിൽ സെലക്ട് ആയത്. എന്നിട്ട് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ഞെക്കിയിട്ട് ഫ്ലിപ്പ് എലോങ് എന്ന് പറഞ്ഞത് ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഏത് റെഡിൻ്റെ ഡയറക്ഷനാണ്. ഇവിടെ കുറേ ഈ ആക്സിസ് ഇല്ലേ, റെഡ് ആക്സിസ്, ബ്ലൂ ആക്സിസ്, ഗ്രീൻ ആക്സിസ്, ഇതിൻ്റെ ഏത് ആക്സിസിൻ്റെ ആണോ ആ ആക്സിസിലോട്ട് നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഗ്രീൻ ആക്സിസ് കൊടുത്താൽ ഗ്രീൻ ആക്സിസിലോട്ട് ഇത് ഫ്ലിപ്പായി. ഇത് പിന്നെ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്തെടുത്താൽ മിറർ ഇമേജ് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിലോട്ട് ഇത് ഫ്ലിപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇനിയും ഒരു മെത്തേഡ് ഉണ്ട്. നമ്മളിതെല്ലാം ചെയ്തൊക്കെ മാറ്റിയിട്ട് പഴയ പോലെ ആക്കി ഇപ്പോൾ പറയാൻ പോകുന്ന കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡാണ് അത്. ഇപ്പോൾ കേസ് നമ്മളിവിടെ രണ്ടാമതായിട്ട് പറയാൻ പോകുന്നത് ഏറ്റവും സിമ്പിളായിട്ട് മിറർ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളിനെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ അതിനെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഒബ്ജക്റ്റിൻ്റെ ഒരു കോപ്പി നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ ഇടാം. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളിത് ചെയ്യാൻ പോകുന്നത് സ്കെയിൽ ടൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ വന്ന സ്കെയിൽ ടൂൾ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഫ്ലിപ്പ് ചെയ്യേണ്ട ഒബ്ജക്റ്റിൽ കൊണ്ടുവന്ന് നിൽക്കുക. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ അതിൻ്റെ കോർണേഴ്സിലെല്ലാം കുറേ ക്യൂബ്സ് കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇതിൻ്റെ നേരെ മിറർ ഇമേജാണ് മിറർ ഒബ്ജക്റ്റാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ കേസിൽ ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ പോയിന്റോട്ട് ഡ്രാഗ് ചെയ്യും. അപ്പം ഡ്രാഗ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ലെഫ്റ്റ് ബട്ടൺ ഞെക്കി ഡ്രാഗാണ് ചെയ്യേണ്ടത്. അപ്പം കൺട്രോളും കൂടെ ഞെക്കി പിടിച്ചേക്കണം, കാരണം പ്രൊപ്പോർഷൻ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിവിടെ കാണാൻ സാധിക്കും, ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിറർ ഇമേജ് കിട്ടി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മിറർ ഒബ്ജക്റ്റ് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ, നേരെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, പകുതി വെച്ചിട്ടൊരു ഫുൾ ഫ്ലിപ്പ് യൂസ് ചെയ്യേണ്ടടുത്ത് ഇങ്ങനെ യൂസ് ചെയ്യാം. കാരണം ഇതിന് സ്കെച്ചപ്പിൽ സ്പെസിഫിക് ആയിട്ട് ടൂൾസോ കാര്യങ്ങളോ ഒന്നും ഇല്ല. അപ്പോൾ ഇത്രയാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഓട്ടോ ക്യാഡിൻ്റെ ഫ്ലിപ്പിനും മിററിനൊക്കെ ഓരോ ടൂൾസ് ഉണ്ട്. പക്ഷേ ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇതിനങ്ങനെ സെപ്പറേറ്റ് ടൂൾസ് ഒന്നും കണ്ടില്ല. അങ്ങനെ തപ്പിയപ്പോൾ കിട്ടിയൊരു സ്കീമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കണും കൂടെ ഞെക്കിക്കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇതേപോലെ ഇനിയും നല്ല നല്ല ടിപ്സും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.